ലോകത്ത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പേടിപ്പെടുത്തുന്നതും നമ്മൾ ഒത്തിരി അധികം വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ലോകമെമ്പാടും യുദ്ധം നടക്കുന്നു, കുറേ ആൾക്കാർ അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് കഷ്ടതകൾ അനുഭവിക്കുന്നു. തലപ്പത്തിരിക്കുന്ന ആർക്കൊക്കെയോ മാത്രം സന്തോഷം തരുന്ന രീതിയിൽ ബാക്കി എല്ലാവരും യാതനകൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഏതൊരു യുദ്ധം വന്നാലും ലോകം കടന്നു പോകുന്നത്. അപ്പം വർഷങ്ങളായിട്ട് ഈ യുദ്ധങ്ങൾ മാറി മാറി ഓരോരോ പ്രശ്നങ്ങൾ വരുന്ന ഒരു രാജ്യത്തിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനത്തെ ഒരു കഥ പറഞ്ഞ പുസ്തകമാണ് ദ ലയൺ വിമൻ ഓഫ് ടെഹ്റാൻ. പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരുന്ന സമയത്തും ഇപ്പോഴും ഇവിടെ ഇറാനിലും ഇസ്രയേലിലും ഒക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ലയൺ വിമൻ ഓഫ് ടെഹ്റാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകം എന്നുള്ളതിനെക്കാട്ടും ഒത്തിരി അധികം തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ കഥ തുടങ്ങുന്നത് 1950കളിലാണ്. 2022 കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഒരു വലിയ കാലഘട്ടം തന്നെ ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. 2 കൂട്ടുകാരിൽ വെച്ചിട്ടാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോമയും എലിയും അവരുടെ ചൈൽഡ്ഹുഡിൽ തുടങ്ങുന്നൊരു സൗഹൃദം. അവരുടെ ജീവിതം മാറി മറിഞ്ഞതിനോടൊപ്പം തന്നെ ഇറാന്റെ ചരിത്രവും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒത്തിരി അധികം പൊളിറ്റിക്കൽ ചേഞ്ചസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ വന്നതും ഒക്കെ ഭയങ്കര ഒരു മാറ്റമാണ്. ആ ഓരോ കാലഘട്ടവും ഓരോ മാറ്റങ്ങളും ഈ പുസ്തകത്തിന്റെ ഓരോ താളുകളിലും ഓരോ അധ്യായങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1950കളിൽ ഇതിൽ പറയുന്ന സ്ത്രീകളുടെ ഒരു ലൈഫ് ഉണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകളെ ജയിലിൽ അടച്ച ഒരു അവസ്ഥയാണ്. അതിനെതിരെ ഒത്തിരി അധികം ഫെമിനിസ്റ്റിക് പ്രസ്ഥാനങ്ങൾ അവിടെ പ്രതികരിക്കുന്നുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു ജനാലയിലൂടെ മാത്രം ലോകം കാണാനായിട്ട് വിധിക്കപ്പെട്ട ഒരു സ്ത്രീ സമൂഹമാണത്. അവരുടെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും അവരുടെ സമരങ്ങളും എല്ലാം തന്നെ വിജയത്തിലോട്ട് എത്തട്ടെ, ഒരു ബ്ലഡ് ഷെഡ് പോലും ഇല്ലാതെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളത്.